അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വ്യക്തിഗത സമ്പത്ത് കൈകാര്യം ചെയ്യുന്ന സാമ്പത്തിക സ്ഥാപനങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ വീണ്ടും ശ്രദ്ധ നേടുകയാണ്. ട്രംപിന്റെ സാമ്പത്തിക വെളിപ്പെടുത്തൽ രേഖകളും വിവിധ മാധ്യമ റിപ്പോർട്ടുകളും പ്രകാരം അദ്ദേഹത്തിന്റെ നിക്ഷേപാസ്തികളുടെ വലിയൊരു വിഹിതം അമേരിക്കയിലെ പ്രമുഖ ബാങ്കുകളും ധനകാര്യ സ്ഥാപനങ്ങളുമാണ് നിയന്ത്രിക്കുകയും കൈകാര്യം ചെയ്യുകയും ചെയ്യുന്നത്. രാജ്യത്തെ ബാങ്കിംഗ് മേഖലയെ നിയന്ത്രിക്കാനും സാമ്പത്തിക നയങ്ങളിൽ നിർണായക തീരുമാനങ്ങൾ എടുക്കാനും ഭരണഘടനാപരമായ അധികാരമുള്ള ഒരു പ്രസിഡന്റിന്റെ വ്യക്തിഗത നിക്ഷേപങ്ങൾ ഇതേ മേഖലയിലെ സ്ഥാപനങ്ങൾ കൈകാര്യം ചെയ്യുന്നത് ധാർമ്മികതയെയും താൽപര്യ സംഘർഷ സാധ്യതകളെയും കുറിച്ചുള്ള ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. ലഭ്യമായ വിവരങ്ങൾ പ്രകാരം ട്രംപിന്റെ പേരിലുള്ള 8 പ്രധാന ഇൻവെസ്റ്റ്മെന്റ് അക്കൗണ്ടുകളിൽ കുറഞ്ഞത് 4 എണ്ണമെങ്കിലും അമേരിക്കയിലെ മുൻനിര സാമ്പത്തിക സ്ഥാപനങ്ങളായ JP മോർഗൻ ചേസ്, ചാൾസ് ഷ്വാബ്, UBS, സ്റ്റീഫൻസ് ഇൻക് എന്നിവയുടെ നിയന്ത്രണത്തിലാണ്. ഈ അക്കൗണ്ടുകളിലെ നിക്ഷേപങ്ങൾ, ഓഹരി ഇടപാടുകൾ, ഫണ്ടുകളുടെ വിനിയോഗം, സമ്പത്ത് മാനേജ്മെന്റ് സേവനങ്ങൾ എന്നിവയെല്ലാം ഈ സ്ഥാപനങ്ങളാണ് കൈകാര്യം ചെയ്യുന്നത്. നിക്ഷേപ പോർട്ട്ഫോളിയോയുടെ വലിപ്പവും ഇടപാടുകളുടെ എണ്ണവും കണക്കിലെടുക്കുമ്പോൾ ട്രംപിന്റെ സാമ്പത്തിക പ്രവർത്തനങ്ങളിൽ ഈ സ്ഥാപനങ്ങൾക്ക് സുപ്രധാന പങ്കാണുള്ളത്. സാമ്പത്തിക വിദഗ്ധരുടെ അഭിപ്രായത്തിൽ ബാങ്കിംഗ് മേഖലയെ നിയന്ത്രിക്കുന്ന നിയമങ്ങളും നയങ്ങളും രൂപപ്പെടുത്താൻ അധികാരമുള്ള ഒരു പ്രസിഡന്റിന്റെ സ്വകാര്യ നിക്ഷേപങ്ങൾ അതേ മേഖലയിലെ സ്ഥാപനങ്ങൾ കൈകാര്യം ചെയ്യുന്നത് താൽപര്യ സംഘർഷ സാധ്യതകൾ ഉയർത്തുന്ന വിഷയമാണ്. ഇത്തരമൊരു സാഹചര്യം സാമ്പത്തിക സ്ഥാപനങ്ങൾക്ക് നിയമപരമായ പരിശോധനകളും പൊതുജന വിമർശനങ്ങളും നേരിടേണ്ട സാഹചര്യം സൃഷ്ടിക്കാമെന്നും അവർ ചൂണ്ടിക്കാട്ടുന്നു. സർക്കാർ നയങ്ങൾ, നിയന്ത്രണ നടപടികൾ, പലിശ നിരക്ക് സംബന്ധിച്ച തീരുമാനങ്ങൾ, ബാങ്കിംഗ് മേൽനോട്ടം എന്നിവയിൽ പ്രസിഡന്റിന്റെ അധികാരം നിലനിൽക്കുന്നതിനാൽ ഇത്തരം ബന്ധങ്ങൾ കൂടുതൽ സൂക്ഷ്മമായി വിലയിരുത്തപ്പെടുന്നുവെന്നാണ് വിലയിരുത്തൽ. അതേസമയം ഈ വിഷയത്തിൽ മറുവാദങ്ങളും ഉയരുന്നുണ്ട്. ട്രംപിന്റെ നിക്ഷേപങ്ങൾ കൈകാര്യം ചെയ്യുന്ന സാമ്പത്തിക സ്ഥാപനങ്ങൾ സർക്കാരിന്റെ നയപരമായ തീരുമാനങ്ങളെ സ്വാധീനിച്ചതായി തെളിയിക്കുന്ന വിവരങ്ങളൊന്നും ഇതുവരെയും പുറത്തു വന്നിട്ടില്ല. അതുപോലെ തന്നെ ട്രംപ് നേരിട്ട് ഓഹരി വാങ്ങൽ, വിൽപ്പന നിർദ്ദേശങ്ങൾ നൽകിയതായോ വ്യക്തിപരമായ ഇടപെടൽ നടത്തിയതായോ സ്ഥിരീകരിക്കപ്പെട്ട തെളിവുകളും ലഭ്യമായിട്ടില്ല. അതിനാൽ നിലവിൽ ഉയരുന്ന ആശങ്കകൾ പ്രധാനമായും ധാർമ്മികതയും സുതാര്യതയും സംബന്ധിച്ച ചർച്ചകളുടെ ഭാഗമാണെന്നാണ് നിരീക്ഷകർ പറയുന്നത്. ട്രംപിന്റെ 2025 സാമ്പത്തിക വെളിപ്പെടുത്തൽ രേഖകൾ പ്രകാരം 8 ഇൻവെസ്റ്റ്മെന്റ് അക്കൗണ്ടുകളിലായി അദ്ദേഹത്തിനുള്ള ആസ്തിയുടെ മൂല്യം കുറഞ്ഞത് $888 ദശലക്ഷം. ഇതിനു മുൻവർഷം ഈ നിക്ഷേപങ്ങളുടെ മൂല്യം ഏകദേശം $237 ദശലക്ഷം മാത്രമായിരുന്നു. ഒരു വർഷത്തിനുള്ളിൽ തന്നെ നിക്ഷേപ ആസ്തിയിലുണ്ടായ ഈ വലിയ വർധന സാമ്പത്തിക മേഖലയിൽ ശ്രദ്ധേയമായ ചർച്ചകൾക്ക് വഴിവെച്ചിട്ടുണ്ട്. വിപണി മൂല്യവർധന, പുതിയ നിക്ഷേപങ്ങൾ, ആസ്തികളുടെ പുനഃസംഘടന തുടങ്ങിയ ഘടകങ്ങളാണ് ഈ വർധനയ്ക്ക് പിന്നിലെന്നാണ് വിലയിരുത്തുന്നത്. ഇടപാടുകളുടെ എണ്ണത്തിലും വലിയ വർധനയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. കഴിഞ്ഞ വർഷം മാത്രം ഈ 8 അക്കൗണ്ടുകളിലൂടെയും 21,000-ലധികം ട്രേഡിംഗ് ഇടപാടുകൾ നടന്നു. താരതമ്യപ്പെടുത്തുമ്പോൾ ട്രംപിന്റെ ആദ്യ പ്രസിഡന്റ് ഭരണകാലത്ത് ആകെ നടന്നത് ഏകദേശം 500 ട്രേഡിംഗ് ഇടപാടുകൾ മാത്രമാണ്. ഈ കണക്കുകൾ അദ്ദേഹത്തിന്റെ നിക്ഷേപ പോർട്ട്ഫോളിയോ ഇപ്പോൾ കൂടുതൽ സജീവമായി കൈകാര്യം ചെയ്യപ്പെടുന്നുവെന്ന സൂചനയാണ് നൽകുന്നത്. ദിവസേന വിപണി സാഹചര്യങ്ങൾ വിലയിരുത്തി നിക്ഷേപങ്ങൾ പുനഃക്രമീകരിക്കുന്ന രീതിയിലേക്കാണ് പോർട്ട്ഫോളിയോ മാറിയിരിക്കുന്നതെന്നാണ് സാമ്പത്തിക വിദഗ്ധരുടെ വിലയിരുത്തൽ. ട്രംപിന്റെ നിക്ഷേപങ്ങളിൽ ഏറ്റവും വലിയ പങ്ക് കൈകാര്യം ചെയ്യുന്ന സ്ഥാപനം ചാൾസ് ഷ്വാബ് ആണ്. ഈ സ്ഥാപനം മാത്രം കുറഞ്ഞത് $465 ദശലക്ഷം ആസ്തി നിയന്ത്രിക്കുന്നതായാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. ട്രംപിന്റെ ട്രേഡിംഗ് ഇടപാടുകളിൽ പകുതിയിലധികത്തിനും മേൽനോട്ടം വഹിക്കുന്നതും ഇതേ സ്ഥാപനമാണ്. കൂടാതെ ട്രംപ് മാത്രമാണ് ഗുണഭോക്താവായ ട്രസ്റ്റിന് $50 ദശലക്ഷം വായ്പയും ചാൾസ് ഷ്വാബ് നൽകിയിട്ടുണ്ടെന്നാണ് സാമ്പത്തിക രേഖകൾ സൂചിപ്പിക്കുന്നത്. അതിനാൽ ട്രംപും ഈ സ്ഥാപനവും തമ്മിലുള്ള സാമ്പത്തിക ബന്ധം സാധാരണ നിക്ഷേപ സേവനങ്ങളെക്കാൾ വിപുലമാണെന്ന വിലയിരുത്തലും ഉണ്ട്. ഇതിനൊപ്പം ട്രംപിന്റെ കുടുംബ ബിസിനസ്സുകളും പുതിയ ക്രിപ്റ്റോ കറൻസി സംരംഭങ്ങളും അദ്ദേഹത്തിന്റെ സമ്പത്തിന്റെ വളർച്ചയിൽ നിർണായക പങ്ക് വഹിച്ചിട്ടുണ്ടെന്നാണ് വെളിപ്പെടുത്തൽ. കുടുംബ ബിസിനസ്സുകൾ, ലൈസൻസിംഗ് കരാറുകൾ, ബ്രാൻഡ് ഉപയോഗാവകാശങ്ങൾ, ക്രിപ്റ്റോ സംരംഭങ്ങൾ എന്നിവ ഉൾപ്പെടെ വിവിധ മേഖലകളിൽ നിന്നായി $1.4 ബില്യൺ വരുമാനമാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. പരമ്പരാഗത റിയൽ എസ്റ്റേറ്റ് ബിസിനസിനപ്പുറം പുതിയ സാമ്പത്തിക മേഖലകളിലേക്കും ട്രംപ് തന്റെ വ്യാപാര സാന്നിധ്യം ശക്തമാക്കിയതിന്റെ സൂചനയായാണ് ഈ കണക്കുകൾ വിലയിരുത്തപ്പെടുന്നത്. പ്രത്യേകിച്ച് ട്രംപിന്റെ മക്കളുമായി ചേർന്ന് ആരംഭിച്ച വേൾഡ് ലിബർട്ടി ഫിനാൻഷ്യൽ എന്ന ക്രിപ്റ്റോ കറൻസി സംരംഭമാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധ നേടുന്നത്. ഈ സംരംഭത്തിലൂടെ മാത്രം ട്രംപിന്റെ കമ്പനികൾക്ക് ഏകദേശം $800 ദശലക്ഷം വരുമാനം ലഭിച്ചതായാണ് സാമ്പത്തിക രേഖകൾ വ്യക്തമാക്കുന്നത്. ഇതിൽ $520 ദശലക്ഷം ക്രിപ്റ്റോ ടോക്കണുകളുടെ വിൽപ്പനയിൽ നിന്നുമാണ് ലഭിച്ചത്. കൂടാതെ ബിസിനസ്സുമായി ബന്ധപ്പെട്ട ഓഹരികൾ വിറ്റഴിച്ചതിലൂടെ $250 ദശലക്ഷം അധിക വരുമാനവും നേടിയതായി രേഖകൾ പറയുന്നു. ക്രിപ്റ്റോ കറൻസി വിപണിയിലെ വേഗമേറിയ വളർച്ചയും നിക്ഷേപകരുടെ താൽപര്യവും ഈ സംരംഭത്തിന്റെ സാമ്പത്തിക വിജയത്തിന് പ്രധാന കാരണങ്ങളാണെന്നും വിലയിരുത്തുന്നു. ട്രംപിന്റെ വ്യക്തിഗത സമ്പത്ത്, നിക്ഷേപങ്ങളുടെ അതിവേഗ വളർച്ച, പ്രമുഖ സാമ്പത്തിക സ്ഥാപനങ്ങളുമായുള്ള ബന്ധം, കുടുംബ ബിസിനസ്സുകളിലൂടെ ലഭിച്ച വൻ വരുമാനം, ക്രിപ്റ്റോ കറൻസി മേഖലയിൽ നിന്നുള്ള നേട്ടങ്ങൾ എന്നിവയെല്ലാം ചേർന്ന് അമേരിക്കൻ രാഷ്ട്രീയത്തിലും സാമ്പത്തിക മേഖലയിലും വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട ധാർമ്മികത, സുതാര്യത, താൽപര്യ സംഘർഷ സാധ്യതകൾ തുടങ്ങിയ വിഷയങ്ങൾ വരും ദിവസങ്ങളിലും പൊതുചർച്ചകളിൽ പ്രധാനമായും ഇടം പിടിക്കുമെന്നാണ് വിലയിരുത്തൽ. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.